സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ 10th ഇംഗ്ലീഷിലെ ചാപ്റ്റർ 26 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉസ്താദ് ബിസ്മില്ല ഖാൻ. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു എൻ്റെ ചാപ്റ്റർ എന്ന് പറയാൻ പോകുന്നത്. അപ്പം ഉസ്താദ് ബിസ്മില്ല ഖാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ ഇരിക്കുന്ന ആളാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഹനായി ലെജൻഡറി ആണ്, ഒരു ഷെഹനായി മൈസ്ട്രോ ആണ് നമ്മുടെ ഈ ഒരു ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഈ ഒരു ഷെഹനായി വെച്ചിട്ട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി റിസീവ്ഡ് ലോട്ട്സ് ഓഫ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ്. കൂടാതെ തന്നെ ഇൻ്റർനാഷണൽ അവാർഡ്സും കാര്യങ്ങളും ഓണേഴ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മ്യൂസിക്കിനോടുള്ള ഡെഡിക്കേഷൻ, പിന്നെ നമ്മുടെ കൺട്രിയോടുള്ള ആ ഒരു ഡിവോഷനും കാര്യങ്ങളും, അത്രയാണ് അദ്ദേഹത്തെ ഇറ്റ്സ് മെയ്ഡ് ഹിം എ ട്രൂ ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് ആക്കാൻ മാറ്റിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇത് സമ്മറിയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പറയാൻ പോകുന്നത്. It is a biographical sketch of Ustad Bismillah Khan, the famous Shehnai maestro. He was the one who brought Shehnai to limelight and made it a part of an Indian classical music. അപ്പോൾ എന്താണ് പറയുന്നത് ഫസ്റ്റ് ഭാഗത്ത്? ഇറ്റ്സ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ഉസ്താദ് ബിസ്മില്ല ഖാൻ അല്ലേ. ഉസ്താദ് ബിസ്മില്ല ഖാൻ അത് ഫേമസ് ഷെഹനായി മൈസ്ട്രോ, പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ വിദഗ്ധനായിട്ടുള്ള മൈസ്ട്രോ, ഷെഹനായിൽ വിദഗ്ധനായിട്ടുള്ള ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഹി വാസ് ദ വൺ ഹൂ ബ്രോഡ് ഷെഹനായി ടു ലൈംലൈറ്റ് ആൻഡ് മെയ്ഡ് ഇറ്റ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. എന്താണ് ഷെഹനായിയെ പ്രശസ്തമാക്കുന്നത്? അതിനെ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തത് ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. അതാണ് നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷെഹനായി ടു ലൈംലൈറ്റ് ആൻഡ് മെയ്ഡ് ഇറ്റ് എ പാർട്ട് ഓഫ് എൻ ഇന്ത്യൻ ക്ലാസിക് മ്യൂസിക്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഹനായും ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ പാർട്ടാണ്, ഭാഗമായിട്ടുണ്ട്. ഇറ്റ് വാസ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു മ്യൂസിക് ദാറ്റ് ഹി വാസ് കൺഫേർഡ് ദ ടോപ്പ് for civilian national awards and many international awards. അപ്പോൾ നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് വാസ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു മ്യൂസിക് ദാറ്റ് ഹി വാസ് കൺഫേർഡ് ദ ടോപ്പ് ഫോർ സിവിലിയൻ നാഷണൽ അവാർഡ്സ്. എന്താണ്? സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന, അതാണ് കോൺട്രിബ്യൂഷൻ, സംഭാവന ടു കോൺട്രിബ്യൂഷൻ ടു മ്യൂസിക്, അതാണ് സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന. അതിനെ മാനിച്ചാണ് ടോപ്പ് 4 സിവിലിയൻ നാഷണൽ അവാർഡ്സ്, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന 4 പൗര പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ അനേകം അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മെനി ഇൻ്റർനാഷണൽ അവാർഡ്സ് അതും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബിസ്മില്ല ഖാനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പോയിൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. രാമറുദ്ദീൻ ബിസ്മില്ല ഖാൻ വാസ് ബോൺ ഇൻ ഡൂംറോൺ, ബീഹാർ ഓൺ 21st March 1916 ഇൻ എ ഫാമിലി ഓഫ് മ്യൂസീഷ്യൻസ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള യഥാർത്ഥ നെയിം എന്താ വരുന്നത്? ഫുൾ നെയിം രാമറുദ്ദീൻ ബിസ്മില്ല ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നെയിം വരുന്നത്. എവിടെയാണ്? വാസ് ബോൺ ഇൻ ഡൂംറോൺ, ബീഹാറിലെ ഡൂംറോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴായിരുന്നു? 1969 മാർച്ച് 21 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ എ ഫാമിലി ഓഫ് മ്യൂസീഷ്യൻസ്. അപ്പം തീർച്ചയായിട്ടും എന്താണ്, ഒരു സംഗീത കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ജ്ഞാനം കൂടുതൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നതും. ഹിസ് ഫാദർ വാസ് എ മ്യൂസീഷ്യൻ ഇൻ ദ കോർട്ട് ഓഫ് മഹാരാജ ഓഫ് ഡൂംറോൺ. അപ്പം ഡൂംറോണിലുള്ള മഹാരാജാവ്, രാജഭരണം തന്നെയാണ് ആ ഒരു കാലത്ത് ബീഹാറിൽ. അപ്പോൾ എന്താണ്, ആ ഒരു സദസ്സിലെ, മഹാരാജാവിൻ്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 6 ഹി മൂവ്ഡ് ടു വാരണാസി. അപ്പം എന്താണ്, എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം വാരണാസിയിലേക്ക് മാറുന്നത്? അറ്റ് ദ ഏജ് ഓഫ് 6.
6-ാമത്തെ വയസ്സിൽ അദ്ദേഹം വാരണാസിയിലേക്ക് താമസം മാറ്റി. ഹിസ് മെറ്റേണൽ അങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമ്മാവൻ എന്താണ്, അമ്മയുടെ സൈഡുള്ള അല്ലേ. അപ്പം അവരെ മെറ്റേണൽ, അതുകൊണ്ടാണ് മെറ്റേണൽ എന്ന് സ്പെസിഫൈ ചെയ്തത്. മെറ്റേണൽ അങ്കിൾ അലി ബക്ഷ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അലി ബക്ഷ്, വാസ് ദ ഒഫീഷ്യൽ ഷഹനായി പ്ലെയർ അറ്റ് ദ ഫേമസ് വിശ്വനാഥ് ടെമ്പിൾ. അപ്പം വാരണാസിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിശ്വനാഥ ക്ഷേത്രത്തിലെ ഔദ്യോഗിക, ഇതാണ് ഫേമസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഔദ്യോഗിക ഷഹനായി വായനക്കാരനായിരുന്നു ആര്, നമ്മുടെ ഈ ഒരു ബിസ്മില്ല ഖാൻ്റെ അമ്മാവനായിട്ടുള്ള അലി ബക്ഷ്. ഓക്കെ, ഹി നോട്ടീസ്ഡ് ബിസ്മില്ല ഖാൻസ് ഇൻട്രസ്റ്റ് ഇൻ പ്ലേയിങ് ഷഹനായി. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ബിസ്മില്ല ഖാൻ്റെ ഈ ഒരു ഷഹനായിയോട് ഉണ്ടായിരുന്നുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഹി ബിക്കെയിം ഹിസ് ട്യൂട്ടർ. പിന്നീട് എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം ഈ ഒരു അലി ബക്ഷ് നമ്മുടെ ബിസ്മില്ല ഖാൻ്റെ ഗുരുവായിട്ട് മാറി. ബിസ്മില്ല ഖാൻ വാസ് എ ഡിവോട്ടഡ് ലേണർ. ഇപ്പം എന്താണ് ബിസ്മില്ല ഖാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോട്ടഡ് ലേണർ ആയിരുന്നു. ഡിവോട്ടഡ് ലേണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ആത്മസമർപ്പിതം ചെയ്യുക, ആ ഒരു കാര്യത്തിനോട് അവർ അത്ര രീതിയിൽ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇസ് എ ഡിവോട്ടഡ് ലേണർ. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് പ്രാക്ടീസ്ഡ് പ്ലേയിങ് ഷഹനായി അറ്റ് ബാലാജി ഗഡ് ഫോർ അവേഴ്സ് ടുഗെദർ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം ശക്തമായിട്ട് തന്നെ, അത്രയും നല്ല തീവ്രമായിട്ട് തന്നെ അത് പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. അപ്പോൾ എവിടെയാണ് പരിശീലിച്ചിട്ടുണ്ടായിരുന്നത്, പ്ലേയിങ് അറ്റ് ഷഹനായി അറ്റ് ബാലാജി ഘട്ട്. അപ്പം ബാലാജി ഘട്ടിൽ മണിക്കൂറുകളോളം ഷഹനായി പരിശീലനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അവേഴ്സ് ടുഗെദർ എന്ന് പറയുന്നത്. Inspired by the flowing water of the river Ganga, he invented many ragas which were so far considered beyond the range of Shahnai. അപ്പോൾ എന്താണ് നെക്സ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഇൻസ്പിറേഷൻ മൂലം, അദ്ദേഹത്തിന് കഠിനമായിട്ടുള്ള പ്രാക്ടീസ് കാരണവും, ഇൻസ്പയർഡ് ബൈ ദ ഫ്ലോയിങ് വാട്ടർ ഓഫ് ദി റിവർ ഗംഗ, എന്താ ഗംഗാ നദിയിലെ ഒഴുകിയുള്ള വെള്ളത്തിൽ, ഒഴുക്കോടെയുള്ള വെള്ളത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഹി ഇൻവെൻറ്റഡ് മെനി രാഗാസ് അല്ലേ. അപ്പോൾ ആ ഒരു ഒഴുക്കിനോട് പല രീതിയിലുള്ള താളലയങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം കുറച്ചധികം രാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷഹനായിയുടെ പരിധിക്കപ്പുറത്ത് നിന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് വർ സോ ഫാർ കൺസിഡേർഡ് ബിയോണ്ട് ദി റേഞ്ച് ഓഫ് ഷഹനായ്. ഹീ കൺസിഡേർഡ് മ്യൂസിക് ബിയോണ്ട് കാസ്റ്റ് ആൻഡ് ക്രീഡ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, കാസ്റ്റ് ആൻഡ് ക്രീഡിന് ബിയോണ്ടായിട്ട് അദ്ദേഹം സംഗീതത്തെ ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകൾക്കപ്പുറത്ത് ഉള്ളതായിട്ടാണ് കണ്ടിരുന്നത്. അതാണ് ആ ഒരു ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹി വാസ് എൻ എക്സ്പോണൻ്റ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. അപ്പോൾ എന്താണ്, ഹി വാസ് എൻ എക്സ്പോണൻ്റ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് സാർവദേശീയ സൗഹൃദത്തിൻ്റെയും പിന്നെ ആൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിന്ദു മുസ്ലിം ഐക്യം അല്ലേ, സാർവദേശീയ സൗഹൃദത്തിൻ്റെയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെയും ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പിന്തുണ നൽകുന്ന ഒരാളും കൂടെയായിരുന്നു നമ്മുടെ ഈ ഒരു ഉസ്താദ് ബിസ്മില്ല ഖാൻ. ഹി ലവ്ഡ് ഹിസ് സിറ്റി ആൻഡ് മദർലാൻഡ്. അദ്ദേഹം തൻ്റെ നഗരത്തെയും മാതൃഭൂമിയെയും, മദർലാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാൻഡിനെ, ഭൂമിയെയും അതിയായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഹി റിജക്റ്റഡ് ദ ഓഫർ ഓഫ് പെർമനൻ്റ്ലി സെറ്റിംഗ് ഡൗൺ ഇൻ USA. അപ്പോൾ അദ്ദേഹത്തിനൊരു ഓഫർ USA അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, സ്ഥിരമായിട്ട് തന്നെ അവിടെ താമസിക്കാനുള്ള. പക്ഷെ അത് അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിരസിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹി പെർഫോംഡ് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഇൻ മെനി അതർ കൺട്രീസ് ആൻഡ് ലേൺഡ് ഇൻ്റർനാഷണൽ അക്ലൈം. അപ്പോൾ എന്താണ്, അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല, ഹി
പെർഫോംഡ് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മാത്രമല്ല അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ കല അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ബട്ട് ഓൾസോ ഇൻ മെനി അതർ കൺട്രീസ്, പല രാജ്യങ്ങളിലെ വേദികളിലും അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേൺഡ് ഇൻ്റർനാഷണൽ അക്ലെയിം, അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. He was a true artist and never went after wealth, name and fame. അപ്പം എന്താണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇത്രയധികം വലിയ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പോലും ഹി വാസ് ട്രൂ ആർട്ടിസ്റ്റ്, അതായത് അദ്ദേഹം ഒരു യഥാർത്ഥ കലാകാരനായിരുന്നു. ആൻഡ് നെവർ വെൻറ്റ് ആഫ്റ്റർ വെൽത്ത്, നെയിം ആൻഡ് ഫെയിം, അദ്ദേഹം ധനത്തിൻ്റെ പുറകിലായാലും പ്രശസ്തിയുടെ പുറകിൽ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല പേരിന് വേണ്ടിയിട്ടോ അദ്ദേഹം ഈ ഒരു കലയെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കലയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഹി ഡൈഡ് അറ്റ് ദി ഏജ് ഓഫ് 90 ഡ്യൂ ടു കാർഡിയാക് അറസ്റ്റ്. അപ്പോൾ എന്താണ്, അദ്ദേഹം 90-ാം വയസ്സിൽ കാർഡിയാക് അറസ്റ്റ്, അതായത് ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരണമടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അറ്റ് ദ ഏജ് ഓഫ് 90 ഹി വാസ് ബുറീഡ് ഇൻ വാരണാസി അലോങ് വിത്ത് ഹിസ് ബിലൗഡ് ഷഹനായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാരണാസിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷഹനായി കൂടെ ആ ഒരു കല്ലറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഉസ്താദ് ബിസ്മില്ല ഖാനെ കുറിച്ചിട്ട് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ കുറച്ച് കീവേഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിക്ക് ദി കറക്റ്റഡ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ, ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് ബോൺ ഇൻ. ഉസ്താദ് ബിസ്മില്ല ഖാൻ എവിടെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ എവിടെയായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഉസ്താദ് ബിസ്മില്ല ഖാൻ എവിടെയായിരുന്നു, നമ്മുടെ ആ ഒരു പാസേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? ബീഹാറിലെ ഡൂംറൗണിലാണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ്? 4th 1 ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ബിസ്മില്ല ഖാൻസ് ഫാദേഴ്സ് നെയിം എന്തായിരുന്നു എന്നാണ്. അത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല, നമ്മുടെ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം പൈഗംബർ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ നെയിം വരുന്നത്. അലി ബക്ഷ് ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു അല്ലേ. അപ്പം ഇതിൽ അച്ഛൻ്റെ പേര് വരുന്നത് പൈഗംബർ ഖാൻ ആയിരുന്നു. അദ്ദേഹം അച്ഛൻ്റെ ജോലി എന്തായിരുന്നു? അവിടെയുള്ള രാജാവിൻ്റെ സദസ്സിലെ പോയറ്റായിരുന്നു അല്ലേ അദ്ദേഹം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉസ്താദ് ബിസ്മില്ല ഖാൻസ് മെറ്റേണൽ അങ്കിൾസ് നെയിം വാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. എന്തായിരുന്നു? നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് മുൻപേ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അലി ബക്ഷ് എന്നാണ് അല്ലേ അമ്മാവൻ്റെ പേര് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ബിസ്മില്ല ഖാൻ മൂവ് ടു വാരണാസി അറ്റ് ദ ഏജ് ഓഫ്. അപ്പം എത്രാമത്തെ വയസ്സിലാണ് ബിസ്മില്ല ഖാൻ വാരണാസിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഏതിലായിരുന്നു? അറ്റ് ദ ഏജ് ഓഫ് 6 അല്ലേ. ഓപ്ഷൻ സെക്കൻഡ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഡിഡ് ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്ലേ. അപ്പം ഈ ഒരു പാസേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പറയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, ഷഹനായി അല്ലേ. ആ കാര്യങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് കൂടെയാണ്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഫ്ലൂട്ട് കൊടുത്തിട്ടുണ്ട്, സിത്താർ, ഷഹനായി, വീണ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായിരുന്നു? ഷഹനായി ആണല്ലേ. അപ്പോൾ ഷഹനായി ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ABCDE 5 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ട്രൂ ആണെങ്കിൽ ട്രൂ എന്ന് എഴുതാം, ഫോൾസ് ആണെങ്കിൽ ഏത് ഭാഗത്താണോ തെറ്റുള്ളത് അതൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് വരുന്നത്
ഉസ്താദ് ബിസ്മില്ല ഖാൻ റിസീവ്ഡ് ദി ഭാരത് രത്ന ഇൻ 2001. അപ്പം ഉസ്താദ് ബിസ്മില്ല ഖാനിന് 2001 ഭാരത് രത്ന കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ശരിയായിട്ടുള്ളൊരു ആൻസറാണ് കേട്ടോ. അത് 2021 അത് നമ്മൾ സമ്മറി പറയുന്നതിനെ കൊണ്ടാണ് ഇതിൽ മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ സെക്ഷനിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. ഉസ്താദ് ബിസ്മില്ല ഖാൻ റിസീവ്ഡ് ദി ഭാരത് രത്ന ഇൻ 2001. 2001 ഭാരത് രത്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് ദി തേർഡ് സൺ ഓഫ് പൈഗംബർ ഖാൻ ആൻഡ് മിത്തൻ. അപ്പോൾ എന്താണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ പൈഗംബറിൻ്റെയും മിട്ടൻ്റെയും മൂന്നാമത്തെ മകനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് അൺഅവെയർ ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ അച്ഛനമ്മമാരുടെ പേരാണ് കേട്ടോ ഇത്. അച്ഛനാണ് പൈഗംബർ ഖാൻ, അമ്മയാണ് മിട്ടൻ എന്ന് പറയുന്നത്. അവരുടെ മൂന്നാമത്തെ മകനാണെന്നാണ് ഇതിൽ പറയുന്നത്. ശരിക്കും അവർ മൂന്നാമത്തെ മകനല്ല കേട്ടോ ഉസ്താദ് ബിസ്മില്ല ഖാൻ വരുന്നത്. ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനെ ശരിയാക്കിയിട്ട് എഴുതുന്നതാണെങ്കിൽ ഇവിടെ തേർഡിന് പകരം സെക്കൻഡ് എന്നാണ് ചേർക്കേണ്ടത്. അതായത് ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് ദി സെക്കൻഡ് സൺ ഓഫ് പൈഗംബർ ഖാൻ ആൻഡ് മിട്ടൻ. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഉസ്താദ് ബിസ്മില്ല ഖാൻ ഓഫൺ പ്ലേഡ് ദി ഷെഹനായ് അറ്റ് ദി വിശ്വനാഥ് ടെമ്പിൾ ലൊക്കേറ്റഡ് ഇൻ വാരണാസി. അപ്പം ഉസ്താദ് ബിസ്മില്ല ഖാൻ എന്താണ് ഷെഹനായ് ഇടയ്ക്കൊക്കെ വിശ്വനാഥ് ടെമ്പിളിൽ വാരണാസിയിലുള്ള വിശ്വനാഥ് ടെമ്പിളിൽ വായിക്കാറുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ല. ഓഫൺ അദ്ദേഹം അത് പ്ലേ ചെയ്യാറുണ്ട് വിശ്വനാഥ് ടെമ്പിളിൽ. എൻ്റെ ശരിക്കുള്ള പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് അവിടുത്തെ ശരിക്കുള്ള ആ ഒരു പ്ലെയറായിട്ട് വരുന്നത്. പക്ഷേ അദ്ദേഹം ഓഫൺ വിശ്വനാഥ് ടെമ്പിളിൽ പോയിട്ട് പ്ലേ ചെയ്യാറുണ്ട് ഷെഹനായ്. അപ്പോൾ അത് ട്രൂ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഉസ്താദ് ബിസ്മില്ല ഖാൻസ് ഫാദർ വാസ് a soldier in the army of മഹാരാജ കേശവ് പ്രസാദ് സിംഗ് ഓഫ് ഡൂംറോൺ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതെന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ബിസ്മില്ല ഖാനിൻ്റെ അച്ഛൻ ഖാൻസ് ഫാദർ വാസ് എ സോൾജർ ഇൻ ദ ആർമി ഓഫ് മഹാരാജ കേശവ് പ്രസാദ് സിംഗ് ഡൂംറോൺ. അതായത് ഡൂംറോണിലുള്ള മഹാരാജ കേശവ് പ്രസാദ് സിംഗിൻ്റെ സൈനികരിൽ ഒരാളാണ് നമ്മുടെ ബിസ്മില്ല ഖാൻ്റെ അച്ഛൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പാസേജ് പറയുന്ന സമ്മറി പറയുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഡൂംറോണിലെ രാജാവിൻ്റെ സദസ്സിലെ കവിയായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ മ്യൂസീഷ്യൻ ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ളത് എന്താണ്? ഈ ഒരു ഭാഗത്താണ് തെറ്റ് വന്നിട്ടുള്ളത്. ഫാദർ വാസ് എ സോൾജർ എന്നുള്ളത് മാറ്റിയിട്ട് മ്യൂസീഷ്യൻ എന്നാണ്. മ്യൂസീഷ്യൻ ഇൻ ദി കോർട്ട് സദസ്സിലെ രാജസദസ്സിലെ കവിയായിരുന്നു എന്നാണ്. അപ്പം ഒന്നും കൂടെ പറയാം. ദ ഉസ്താദ് ബിസ്മില്ല ഖാൻ ഫാദർ വാസ് എ മ്യൂസിഷ്യൻ ഇൻ ദി കോർട്ട് ഓഫ് മഹാരാജ കേശവ് പ്രസാദ് സിംഗ് ഓഫ് ഡൂംറോൺ. അങ്ങനെയാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് മനസ്സിലായി. മഹാരാജ കേശവ് പ്രസാദ് സിംഗ് ആണ് അവിടുത്തെ ആ ഒരു ഡൂംറോണിലുള്ള രാജാവ്, അദ്ദേഹത്തിൻ്റെ പേരാണത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഉസ്താദ് ബിസ്മില്ല ഖാൻ വാസ് എ ഡെവോട്ടി ഓഫ് സരസ്വതി, ദ ഹിന്ദു ഗോഡസ് ഓഫ് വിസ്ഡം ആൻഡ് ആർട്സ്. അപ്പോൾ എന്താണ് ബിസ്മില്ല ഖാന് നമ്മുടെ സരസ്വതി ദേവിയുടെ ഒരു ഡെവോട്ടി ആയിരുന്നു, വിശ്വാസകനായിരുന്നു എന്നാണ്. ജ്ഞാനത്തിൻ്റെയും കലയുടെയും ദേവി എന്നാണ് നമ്മൾ ആ ഒരു സരസ്വതീനെ സങ്കല്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സരസ്വതീനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ് അത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. What was Bismillah Khan named earlier? Why was his name changed? അപ്പം ബിസ്മില്ല ഖാനെ മുൻപ് എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. Who was Ali Baksh? വിളയാട്ടു
വാട്ട് റോൾ ഡിഡ് ഹി പ്ലേ ഇൻ ബിസ്മില്ല ഖാൻസ് ലൈഫ്. അതായത് ആരാണ് അലി ബക്ഷ് എന്ന് എല്ലാവർക്കും അറിയാമല്ലേ, കുറച്ച് മുൻപേ കൂടെ പറഞ്ഞിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്, ബിസ്മില്ല ഖാൻ്റെ അമ്മാവനാണ്. അദ്ദേഹം ബിസ്മില്ല ഖാൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു റോള്? നമ്മുടെ ഈ ഒരു അലി ബക്ഷ് ആയിരുന്നു അല്ലേ നമ്മുടെ ബിസ്മില്ല ഖാൻ്റെ ഒരു മെൻറ്ററാണെന്ന് പറയാം. ചെറുപ്പത്തിലെ ആ ഒരു ഷെഹനായോടുള്ള അവൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിനെ ഗൈഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ കൊടുത്തിരുന്നത് ഈ ഒരു അമ്മാവനായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡിഡ് ദ ഫ്ലോവിങ് വാട്ടർ ഓഫ് ദി റിവർ ഗംഗ ഇൻസ്പയർ ബിസ്മില്ല ഖാൻ. അപ്പോൾ ഈ ഒരു ഗംഗാ തീരത്ത് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഉള്ള ആ ഒരു ഒഴുക്ക് ചിലപ്പോൾ അതിൻ്റെ താളാത്മകതയായിരിക്കാം ചിലപ്പം ബിസ്മില്ല ഖാനെ പ്രചോദിപ്പിച്ചത്, ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള രാഗങ്ങൾ അദ്ദേഹം വിചാരിക്കുന്നതിലപ്പുറം ആ ഒരു മ്യൂസിക്കിലേക്ക് കൊടുക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ ബിസ്മില്ല ഖാനായി. അപ്പോൾ അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ആൻസർ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇത്രയേ വരുന്നുള്ളൂ. എന്തായാലും ക്ലാസ് ഞാനിപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ താങ്ക് യു.